കോവിഡിന് ശേഷം 2024 പകുതി വരെ ഏതാണ്ട് സെപ്റ്റംബർ വരെയുള്ള കാലഘട്ടത്തിൽ ഓഹരി വിപണി വെച്ചടി മുന്നേറ്റമായിരുന്നു. പക്ഷേ അതിനുശേഷം ഏതാണ്ട് 15% ഇടിവ് ഓഹരി വിപണിയിലുണ്ടായിട്ടുണ്ട്. ഇത് ഇന്ത്യൻ ഓഹരി വിപണിയിൽ മാത്രമല്ല ആഗോള ഓഹരി വിപണിയിലും ഈ ഇടിവ് ദൃശ്യമായിരുന്നു. പല കാരണങ്ങളാണ് ഇതിന് ചൂണ്ടിക്കാണിക്കാനുള്ളത്. നമ്മോടൊപ്പം DBFSൻ്റെ മാനേജിംഗ് ഡയറക്ടറായിട്ടുള്ള ശ്രീ പ്രിൻസ് ജോർജ് ഉണ്ട്. നമുക്ക് ഈ ഓഹരി വിപണിയുടെ ഈ 2025 മുന്നേറ്റം അതിൻ്റെ പിന്നിൽ പല കാരണങ്ങളുണ്ട്. ഈ കാരണങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് ചോദിക്കാം. നമസ്കാരം സർ. നമസ്കാരം. ഞാൻ ഈ പറഞ്ഞ പോലെ ഓഹരി വിപണിയിൽ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് എപ്പോഴും മുന്നേറ്റമായിരുന്നു. ഒരുപാട് പുതിയ പ്ലെയേഴ്സ് ഇതിലേക്ക് വന്നിട്ടുണ്ട്, നിക്ഷേപകർ വന്നിട്ടുണ്ട്. പക്ഷേ അവരെ എല്ലാം നിരാശപ്പെടുത്തിക്കൊണ്ട് 2024 പകുതിക്ക് ശേഷം വലിയ തോതിലുള്ള ചാഞ്ചാട്ടമാണ് വിപണിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഇത് ഒരു സ്ഥിരമായിട്ടുള്ള ഒരു പ്രതിഭാസമാണോ? ഇനി എന്താണ് ഓഹരി വിപണിയിൽ സംഭവിക്കാൻ പോകുന്നത്? ശരി, അതായത് ഇപ്പം താങ്കൾ ആദ്യമേ പറഞ്ഞല്ലോ, സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ധാരാളം ആളുകൾ വന്നിട്ടുണ്ടെന്ന് പറയുന്നത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. ഡയറക്റ്റായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിലേക്കോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് വഴിയൊക്കെ വളരെയേറെ ആളുകൾ കോവിഡിന് ശേഷം ഈ മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ട്. അതിന് പല കാരണങ്ങളുണ്ട്. അത് ഒരു ഡിജിറ്റൽ എക്കണോമി ഇവിടെ ഡെവലപ്പ് ചെയ്ത് വരുന്നു. ഓൺലൈനായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും മറ്റുമൊക്കെ വളരെ പോപ്പുലറായിട്ട് വരുന്നു. അങ്ങനെ ആളുകൾക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റായി മറ്റുള്ള അവസരങ്ങൾ കുറഞ്ഞു വരുന്നൊരു സിറ്റുവേഷനിൽ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അവന്യൂ എന്നുള്ള രീതിയിൽ സ്റ്റോക്കുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒരു ഫാഷനായിട്ട് വന്നു. ശരിയാണ്, 2021 തുടങ്ങിയ ആ റാലി 24 പകുതി വരെ ഇപ്പോൾ ഒരു 3-4 മാസമായതേ ഉള്ളൂ ചെറിയൊരു കറക്ഷൻ മാർക്കറ്റിൽ വന്നിട്ട്. അതൊരു വലിയൊരു പ്രശ്നമായിട്ടൊന്നും ഇതിപ്പോഴും വന്നിട്ടില്ല. ഇൻഡെക്സിൻ്റെ ഹൈയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ 26,000 വന്ന നിഫ്റ്റി ഇപ്പോൾ 23,000 തോന്നുന്നത്. ഏതാണ്ട് 3,000 പോയിൻ്റാണ് ഹൈയിൽ നിന്ന് ഇൻഡെക്സ് തന്നിരിക്കുന്നത്. 10-12% ഇൻഡെക്സ് ലെവലിലുള്ള ഫോള്. സ്റ്റോക്കുകൾ പറയുകയാണെങ്കിൽ 25% വരെയൊക്കെ തന്ന സ്റ്റോക്കുകളുണ്ട്. അത് സാധാരണ മാർക്കറ്റിൽ സംഭവിക്കുന്ന ഒരു കറക്ഷനായിട്ട് മാത്രമേ ഇതിന് കാണാനൊക്കത്തുള്ളൂ. ഇതിന് പല കാരണങ്ങളുണ്ട്. കാരണങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, പ്രധാനമായിട്ടും ഗ്ലോബൽ നേച്ചറിലുള്ള ഒരു ഇഷ്യൂ ആണ്. ഈ അമേരിക്കയിലൊരു പുതിയ പ്രസിഡൻറ്റ് വരുന്നു. ആ പ്രസിഡൻറ്റിൻ്റെ ഒരു പ്രത്യേകത നമുക്കറിയാമല്ലോ, വളരെ ഏറെ വോക്കലായിട്ട് കാര്യങ്ങൾ എടുക്കുന്ന ഒരാളാണ് അദ്ദേഹം. വളരെ സ്റ്റാൻഡ് എടുക്കുന്ന സമയത്ത് വളരെ കോൺട്രവേഴ്സ്യലായിട്ടുള്ള സ്റ്റാൻഡുകളൊക്കെ എടുക്കുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ പോളിസി ഇലക്ഷൻ സമയത്ത് തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നത് ഇമിഗ്രേഷൻ ലോസ് ചേഞ്ച് ചെയ്യും, അതുപോലെ തന്നെ ടാക്സേഷൻ, അമേരിക്കയിലെ ടാക്സുകൾ കുറയ്ക്കും, അതേസമയം മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് അമേരിക്കയിലേക്ക് വരുന്നതിന് ടാരിഫ് വളരെയേറെ കൂട്ടും, പ്രത്യേകിച്ച് ചൈനയിൽ നിന്നും മറ്റെല്ലാ രാജ്യങ്ങളിൽ നിന്നും. അപ്പോൾ ഇങ്ങനത്തെ ഉള്ള അനൗൺസ്മെൻറ്റ്സൊക്കെ ചെയ്യുമ്പം ശരിക്കും പറഞ്ഞാൽ അത് നമ്മുടെ ഒരു ഗ്ലോബലൈസേഷൻ്റെ തീമിന് എഗൻസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതൊരു പ്രൊട്ടക്ഷനിസ്റ്റ് ആയിട്ടുള്ളൊരു സംഗതി. അമേരിക്കക്കാർ മാത്രം രക്ഷപ്പെടുക, അവരുടെ കാര്യങ്ങൾ മാത്രം, ഇൻട്രസ്റ്റ് മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളൊരു പോളിസിയാണ് പുള്ളി പറയുന്നത്. സാധാരണ രാഷ്ട്രീയക്കാരെല്ലാം ഇലക്ഷന് മുമ്പ് ഇങ്ങനെ പല കാര്യങ്ങളും പറയും. ഇലക്ഷൻ കഴിഞ്ഞാൽ നടക്കുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അറിയത്തില്ല. ഇപ്പോൾ 20-ാം തീയതിയോടുകൂടി ട്രംപ് ജനുവരി 20-നാണ് ചാർജ് ഏറ്റെടുക്കുന്നത്. അദ്ദേഹം വന്ന് ആദ്യമേ തന്നെ ഇത്തരം എമർജൻസി ഡിക്ലെയർ ചെയ്ത് പല കാര്യങ്ങളും ചെയ്യും എന്നൊക്കെയുള്ള രീതിയിലുള്ള റൂമേഴ്സൊക്കെ മാർക്കറ്റിലുണ്ട്. പക്ഷേ ഇത് എനിക്ക് അത്രമാത്രം ഒന്നും തോന്നുന്നില്ല. കാരണം ഈ ഒരു എക്സ്പെക്റ്റേഷനിൽ ഓൾറെഡി തന്നെ ഇപ്പം US ഡോളർ 7-7.5% കയറിക്കഴിഞ്ഞു. മറ്റെല്ലാ കറൻസികളും വീക്കായി, ഇന്ത്യൻ റുപ്പി അടക്കം വീക്കായി. ഇന്ത്യൻ റുപ്പിയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഹിസ്റ്ററിയിലെ ഏറ്റവും ലോവസ്റ്റ് ലെവലിലേക്ക് 86-70 ലെവലിലേക്ക് വന്നു ഒരു ഡോളറിന് അഗൻസ്റ്റ്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഇന്ത്യൻ റുപ്പിയാണ് ബെറ്ററായിട്ട് നിൽക്കുന്നത് കേട്ടോ. മറ്റ് പല രാജ്യങ്ങളും 10-12% ഡിപ്രീസിയേഷൻ വന്ന കറൻസീസ് ഉണ്ട്. അപ്പോൾ ഇത് പണ്ടൊക്കെ ഉള്ളൊരു സിറ്റുവേഷനിൽ വ്യത്യസ്തമായിട്ട് അമേരിക്ക മാത്രം ഒരു സൈഡിലും ബാക്കിയുള്ള ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും വേറൊരു സൈഡിലുമായിട്ട് പൊസിഷൻ ചെയ്തിരിക്കുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ ഇത് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ട്രംപ് അങ്ങനെ ഒറ്റയ്ക്ക് എനിക്ക് തോന്നുന്നില്ല ആ പോളിസി സക്സീഡ് ചെയ്യുന്നു. കാരണം ഒരാളൊരു രാജ്യത്തേക്ക് എല്ലാവരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വേർപെടുത്തി ഞങ്ങൾ അമേരിക്കയുടെ ഇൻട്രസ്റ്റ് മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുമെന്ന് പറയുന്ന ഒരു സിറ്റുവേഷൻ നിലനിൽക്കാൻ പാടില്ല ലോങ് റണ്ണിൽ. ഷോർട്ട് പീരീഡിൽ ഇപ്പോൾ മാർക്കറ്റുകളിലൊക്കെ ഈ സെല്ലിംഗ് ഉണ്ടാകുന്നതിൻ്റെ പ്രധാന കാരണം ഫോറിനേഴ്സാണ് ഇവിടെ സെല്ല് ചെയ്യുന്നത്. ഇപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്ന ഹോൾഡിംഗ് ഒക്കെ സെല്ല് ചെയ്തിട്ട് ആ ക്യാഷ് ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ഇടുമ്പോൾ അവർക്ക് ഡോളറിൻ്റെ ഒരു അപ്രീസിയേഷൻ കിട്ടുകയും ചെയ്യും. ഇവിടെ മാർക്കറ്റിൽ ഈ സെല്ലിംഗ് വരുന്നുണ്ട്, കുറച്ച് താഴത്തെ ലെവലിൽ ഇവർക്ക് തിരികെ മേടിക്കാൻ പറ്റും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷനിലാണ് ഇവരിത് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോറിനേഴ്സിൻ്റെ സെല്ലിങ്ങിന് ഈക്വലായിട്ടുള്ള എമൗണ്ട് ഇവിടുത്തെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസും ഡൊമസ്റ്റിക് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സും മ്യൂച്വൽ ഫണ്ടുകളും ഒക്കെ ആയിട്ട് ബൈ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വലിയൊരു പാനിക്കിലേക്ക് മാർക്കറ്റ് പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുപോലെ തന്നെ US ഫെഡറൽ റിസർവിൻ്റെ പലിശ നിരക്കിനെ സംബന്ധിച്ച് ഇപ്പോഴും ആശങ്കകൾ. നേരത്തെ അത് കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് വെച്ച് നോക്കുമ്പോൾ ചിലപ്പോൾ അത് കൂട്ടാൻ വരെ ചാൻസ് ഉണ്ട്. അത് എന്നാന്ന് വെച്ചാൽ ഇതെല്ലാം ഈ ഗവൺമെൻറ് ഈ പോളിസി റെജീമുമായിട്ട് കണക്റ്റഡായിട്ട് നിൽക്കുന്ന ഒരു സംഗതിയാണ്. ഇപ്പം അമേരിക്കൻ ഗവൺമെൻറ് താരിഫ് കൂട്ടുകയാണെന്നിരിക്കട്ടെ. ഇപ്പോൾ ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടിന് 60% താരിഫ് ആക്കുമെന്ന് പറയുന്നു. മറ്റ് പല രാജ്യങ്ങൾക്കും 30-40% ഒക്കെ ആക്കുമെന്ന് പറയുന്നു. അപ്പോൾ അത്രയും തരത്തിലുള്ള താരിഫ് ഉണ്ടാകുമ്പം സ്വാഭാവികമായിട്ടും അമേരിക്കയിലേക്കുള്ള സാധനങ്ങളുടെ ഗുഡ്സിൻ്റെ വരവ് കുറയും, സർവീസസിൻ്റെയും.
അപ്പോൾ അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാകാനുള്ള ചാൻസ് കൂടും. അവിടെ സപ്ലൈ കുറയുന്നതോടെ അവിടെ ഇൻഫ്ലേഷൻ ഉണ്ടാകും. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നല്ലതായിരിക്കും, കാര്യം അവിടെ തന്നെ ആളുകൾ മാനുഫാക്ചർ ചെയ്ത് അവിടെ തന്നെ അവർ ഉപയോഗിക്കുന്ന ഒരു സിറ്റുവേഷനൊക്കെ. പക്ഷേ അമേരിക്ക പോലൊരു ഹൈ കോസ്റ്റ് എക്കണോമിയിൽ വയബിളായിട്ടൊന്നും മാനുഫാക്ചർ ചെയ്യാനൊക്കത്തില്ല. ഇതിനു മുമ്പ് ഇദ്ദേഹം ഈ ചൈനയ്ക്കെതിരെ ഇദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് പീരീഡിൽ ഒരു താരിഫ് കൊണ്ടുവന്നിരുന്നു. അന്ന് ചൈനക്കാർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ അവർ അമേരിക്കയിലോട്ടുള്ള സെല്ലിംഗ് എല്ലാം നിർത്തി. അവർ ഏഷ്യൻ മാർക്കറ്റുകളിൽ യൂറോപ്പിലും മറ്റ് പല രാജ്യങ്ങളിലും അവരുടെ പ്രൊഡക്ട്സ് ഫ്ലഡ് ചെയ്തു, ആഫ്രിക്കയിലും ഒക്കെ ആയിട്ട്. അപ്പം മറ്റ് രാജ്യങ്ങളും അവരുടെ ഓൾട്ടർനേറ്റീവ്സ് നോക്കുമല്ലോ, സ്വാഭാവികമായിട്ടും നോക്കുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഇത് സക്സീഡ് ചെയ്യാൻ വളരെ ചാൻസ് കുറവാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ഈ ട്രംപ് എടുക്കുന്ന പോളിസികൾ. പക്ഷേ ട്രംപിനെ പോലെയുള്ളൊരു അൺപ്രഡിക്റ്റബിളായിട്ടുള്ളൊരു ലീഡറായിട്ടാണ് അദ്ദേഹത്തെ കാണുന്നത്. അദ്ദേഹം പല കാര്യങ്ങളും സാധാരണക്കാർ ചിന്തിക്കാത്ത രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ട് കുറച്ചൊരു ഫിയർ ആളുകൾക്കുണ്ട് ഇദ്ദേഹം പറയുന്ന പോലെയൊക്കെ ചെയ്യുമോ എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ക്യാബിനറ്റിലും അദ്ദേഹത്തിൻ്റെ അഡ്വൈസേഴ്സായിട്ട് വന്നേക്കുന്നത് ഒരു വലിയ ബിസിനസ്, ഇലോൺ മസ്കിനെ പോലെയുള്ള ബിസിനസ്സുകാരും അങ്ങനെയുള്ള ആളുകളൊക്കെയാണ് വന്നേക്കുന്നത്. അവരൊക്കെ അദ്ദേഹത്തെ എന്താണെങ്കിലും അഡ്വൈസ് ചെയ്യുമല്ലോ. എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ രീതിയിലുള്ള എന്തെങ്കിലുമൊക്കെ ചെയ്യും അദ്ദേഹം, ഉറപ്പാണ്. കാരണം ഈ അമേരിക്കയുടെ ഒരു സിറ്റുവേഷൻ, അമേരിക്കയുടെ ഇൻട്രസ്റ്റ് റേറ്റിനെ പറ്റിയാണല്ലോ പറഞ്ഞത്. അവിടുത്തെ സിറ്റുവേഷൻ, അവിടുത്തെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർ കണ്ടമാനം കടമെടുത്തിട്ടുണ്ട് ഗവൺമെൻറ്റിൻ്റെ ലെവലിൽ. വലിയ തോതിലുള്ള പബ്ലിക് ഡെറ്റുണ്ട്. ആ ഡെറ്റിന് ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും അതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കൂടുന്നതിനനുസരിച്ച് അവർക്ക് തന്നെയാണ് അത് ദോഷമായിട്ട് വരുന്നത്. രണ്ടാമത് അവരുടെ കറൻസി സ്ട്രോങ് ആകുകയാണ്. ഇപ്പം ഡോളർ ഇൻഡെക്സ് 110 വന്നു, 100 ലെവലിൽ നിന്ന് 7.5% ഇൻഡെക്സ് ഇൻക്രീസ് ചെയ്തു. അവരുടെ കറൻസി സ്ട്രോങ് ആകും തോറും അവർക്ക് ലോകത്ത് ഒരു രാജ്യത്തേക്ക് ഒരു സാധനവും വിൽക്കാൻ പറ്റാതെ വരും. പിന്നെ അമേരിക്കക്കാർ ചെയ്യുന്ന ഒരു ചെറിയ പരിപാടിയുണ്ട് എല്ലാ സമയവും. അവരെന്താണെന്ന് ചോദിച്ചാൽ അവരെവിടെയെങ്കിലും കൊണ്ടൊരു യുദ്ധം ഉണ്ടാക്കും. അതാണ് അവരുടെ ലാസ്റ്റ് സ്ട്രാറ്റജി. ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി ഒരു യുദ്ധം ഉണ്ടാക്കിയിട്ട് കുറേ ആ യുദ്ധത്തിനകത്ത് കയറിയിട്ട് നമ്മൾ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുക എന്ന് പറയുമല്ലോ, അതിനകത്തൂടെ കുറച്ച് വെപ്പൺസ് വിൽക്കാനും അങ്ങനത്തെ ഒക്കെ ഉള്ള പരിപാടികളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. അങ്ങനൊന്നും എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇത് സസ്റ്റൈനബിളായിട്ടുള്ള ഒരു തോട്ട് പ്രോസസ്സ് അല്ല. അതായത് താരിഫ് കൊണ്ടുവരിക, എല്ലാ രാജ്യങ്ങളെയും ബ്ലോക്ക് ചെയ്യുക, റേറ്റ് കൂട്ടുക, അപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂടി പോകും. അതുകൊണ്ടാണ് ചിലർ ഇൻട്രസ്റ്റ് റേറ്റ് കൂടാനുള്ള ചാൻസ് ഉണ്ടെന്ന് പറയുന്നത്. പക്ഷേ എനിക്ക് തോന്നുന്നത് ഈ ഇപ്പോഴത്തെ അമേരിക്കൻ 10-year ബോണ്ട് ഈൽഡ് 4.76 നിൽക്കുന്നത്. ഇന്ത്യയിലെ ഇപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് 6.9 ആണ്. അപ്പം എമർജിങ് മാർക്കറ്റ്സിൻ്റെ ലെവലിലേക്കൊക്കെ അമേരിക്കൻ ബോണ്ട് എന്ന് പറഞ്ഞാൽ ഒരു സമയത്ത് ലോകത്ത് ഏറ്റവും ഇൻവെസ്റ്റ് ചെയ്യാൻ സേഫായിട്ടുള്ള ഇൻസ്ട്രുമെൻ്റ് എന്നുള്ള രീതിയിൽ എടുത്തിരിക്കുന്ന ഒരു സാധനത്തിന് 5%-ന് 6%-ലേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ വലിയ തിരിച്ചടി അവിടെ തന്നെ ഉണ്ടാകും. അതുകൊണ്ട് അവരതിലേക്ക് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോകത്തില്ല. ഇൻഫ്ലേഷൻ കൂടാനുള്ള സിറ്റുവേഷൻ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 2024 പകുതി വരെ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി വളരെയധികം പറഞ്ഞു കേട്ടിരുന്ന കാര്യം. പക്ഷേങ്കിൽ ഇപ്പോൾ 2025 എത്തുമ്പോഴത്തേക്കിനും രൂപയുടെ വില വല്ലാതെ ഇടിഞ്ഞിട്ടുണ്ട്. മാർക്കറ്റ് ഈ പറഞ്ഞ പോലെ മുന്നേറുന്നില്ല. അപ്പോൾ ഇത് നമ്മൾ ഈ ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറി എന്ന് പറയുന്നതിന് എഗൻസ്റ്റ് ആയിട്ട് വരുമോ? ഇന്ത്യ ഗ്രോത്ത് സ്റ്റോറിയുടെ ലോങ് ടേം ഡ്രൈവേഴ്സ് ഗ്രോത്തിൻ്റെ എല്ലാം ഇൻടാക്റ്റാണ്. ലോങ് ടേം ഡ്രൈവേഴ്സ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഇവിടുത്തെ പോപ്പുലേഷൻ, ഇവിടുത്തെ ഡിമാൻഡ്, ഇവിടെ ഇപ്പോൾ വീടുകൾക്കാണേലും കാറുകൾക്കാണേലും എന്തിനും ഇവിടെ ഡിമാൻഡുണ്ട്. ആ ഡിമാൻഡ് ഇവിടുത്തെ മിഡിൽ ക്ലാസ്, അതുപോലെ തന്നെ ഇവിടുത്തെ യങ്സ്റ്റേഴ്സ്, ചെറുപ്പക്കാരായിട്ടുള്ള ആളുകൾ, അവരുടെ ആസ്പിറേഷൻസ്, അതെല്ലാം യങ്ങസ്റ്റ് പോപ്പുലേഷൻ ലോകത്തുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യൻ ഗ്രോത്ത് സ്റ്റോറിക്ക് അടുത്ത 10, 25, 30 വർഷത്തേക്ക് യാതൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല. പക്ഷേ പ്രോബ്ലം എന്താണ്? നമ്മൾ 7-8% ഗ്രോത്ത് റേറ്റ് പറഞ്ഞിടത്തുനിന്ന് 5-6% താഴെ ഗ്രോത്ത് റേറ്റ് സ്ലോ ഡൗൺ ചെയ്യുന്നു. അതിന് ഒരു പരിധിവരെ ഒരു റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ ഗവൺമെൻറ്റിൻ്റെ ഈ കഴിഞ്ഞ ഇലക്ഷന് ശേഷം, ഈ ജനറൽ ഇലക്ഷന് ശേഷം വന്ന ഗവൺമെൻറ്റിൻ്റെ മജോറിറ്റി കുറഞ്ഞൊരു കോയലേഷൻ ഗവൺമെൻറ്റിൻ്റെ രീതിയിലാണ് ഇപ്പം നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ബജറ്റ് തന്നെ ഒരു പബ്ലിക് ഉദ്ദേശിച്ച രീതിയിലല്ല വന്നത്. കാര്യം അവരൊരു കോയലേഷൻ പൊളിറ്റിക്സ് ആകുമ്പോൾ ഇപ്പോൾ തെലങ്കാനയിലുള്ള ആൾ പറയും അവർക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് കൊടുക്കുക, വേറെ ബീഹാറിലുള്ള ആൾ പറയും അവർക്ക് എന്തെങ്കിലും പ്രോജക്റ്റ് കൊടുക്കുക. അപ്പോൾ ആ രീതിയിലുള്ള ഒരു നെറേറ്റീവ് മാറിപ്പോയി. രണ്ടാമത് സ്റ്റേറ്റ് ഇലക്ഷൻസിലൊക്കെ ചില തിരിച്ചടികളൊക്കെ വന്നപ്പോൾ BJP തന്നെ പഴയ ഒരു പോളിസിയിൽ നിന്നൊക്കെ മാറിയിട്ട് കുറച്ച് പോപ്പുലിസ്റ്റ് മെഷേഴ്സും ഒക്കെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഈ തവണ ഈ ബജറ്റൊക്കെ വരുമ്പം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫെബ്രുവരി 1 ബജറ്റ് വരുന്നത്. ഈ ഒരു സ്ലോ ഡൗൺ എക്കണോമിയിലുണ്ട് ഇപ്പം പല കാരണങ്ങളാൽ. അത് ഇന്ത്യൻ എക്കണോമിയിലും ഉണ്ട്. നേരത്തെ 7%-ന് മുകളിൽ ഗ്രോത്ത് റേറ്റ് പറഞ്ഞിടത്തു നിന്നാണ് 6.2, 6.3-ലേക്കൊക്കെ താന്നു വന്നേക്കുന്നത്. ആ സ്ലോ ഡൗൺ മെയിനായിട്ട് ഉണ്ടായേക്കുന്നത് FMCG, അതുപോലെ തന്നെ ഓട്ടോമൊബൈൽ, അങ്ങനെയുള്ള മേഖലകളിലേക്ക് സെയിൽസ് കുറയുകയാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തിരിച്ച് റിവൈവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതൊക്കെ കണ്ടമാനം എംപ്ലോയ്മെൻറ്റ് ക്രിയേറ്റ് ചെയ്യുന്ന സെക്ടേഴ്സാണ്. അപ്പോൾ ഇത് തിരിച്ച് റിവൈവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എന്തെങ്കിലും പോളിസീസ് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അത് ഈ ബജറ്റിൽ ഉണ്ടാകണം. പക്ഷേ ഒരു കോയലേഷൻ ഗവൺമെൻറ് ആയതുകൊണ്ട് അവർ അതിന് തുനിയുമോ അതോ അവരിങ്ങനെ ഈ എന്തെങ്കിലും പുതിയ മേഖലകൾ കണ്ടെത്തി ടാക്സ് ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുമോ എന്നുള്ളതാണ് മാർക്കറ്റിനുള്ളൊരു ഫിയർ. കാര്യം പബ്ലിക്കിന് ഈ ടാക്സേഷൻ ചെറിയൊരു പ്രശ്നമായി തീർന്നിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ GST പോലുള്ളൊരു ടാക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം
എല്ലാ മേഖലകളിലും അതിപ്പോൾ ഒരു ഹോസ്പിറ്റൽ ബില്ല് കൊടുത്താലും കൊള്ളാം, ഇൻഷുറൻസ് എടുത്താലും കൊള്ളാം, എന്ത് ചെയ്താലും GSTയുടെ ഒരു ഇമ്പാക്റ്റ് ഉണ്ട്. അത് തന്നെ നമുക്ക് ഇൻഫ്ലേഷൻ ഇമ്പോർട്ട് ചെയ്യുന്നതിന് തുല്യമാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ കൊണ്ട് കാര്യം ശരിയാണ്. ബഡ്ജറ്റ് വഴിയൊന്നുമല്ല GSTയെ പറ്റിയുള്ള ഡിസ്കഷനൊക്കെ, GSTയെ പറ്റിയുള്ള കാര്യങ്ങളൊക്കെ GST കൗൺസിലാണ് തീരുമാനിക്കുന്നതെന്നൊക്കെ ടെക്നിക്കലി പറയാം. എൻഡ് ഓഫ് ദ ഡേ ആര് തീരുമാനിച്ചാലും ഇതിൻ്റെ ഇനി പുതിയ മേഖലകൾ കണ്ടെത്തി ടാക്സ് കൂട്ടാനുള്ള ശ്രമത്തിലേക്ക് പോകാതെ നിലവിലുള്ള ടാക്സ് റേറ്റുകൾ കുറച്ചൊന്ന് റാഷണലൈസ് ചെയ്യുകയും പിന്നെ എന്തെങ്കിലും രീതിയിൽ ഫോർവേഡ് ലുക്കിംഗ് ആയിട്ടുള്ള, ഇപ്പോൾ കഴിഞ്ഞ വർഷങ്ങളിലെ ഇലക്ഷൻ മുമ്പ് ഗവൺമെൻറ് സ്പെൻഡിങ് വളരെ കൂടുതലായിരുന്നു റോഡുകളും പ്രൈവറ്റ് ക്യാപെക്സിലും ഒക്കെ. ഇലക്ഷൻ കഴിഞ്ഞതോടുകൂടി അവർ അതിൽ നിന്ന് പതിയെ അങ്ങ് പുറകോട്ട് മാറി ഈ വർഷം. ഈ കാരണങ്ങളൊക്കെ ഇപ്പോൾ സ്ലോ ഡൗൺ കാരണമായിട്ടുള്ള ഈ കാരണങ്ങളൊക്കെ റിവേഴ്സ് ചെയ്ത് ഗവൺമെൻറ് സ്പെൻഡിങ് കൂട്ടണം, പബ്ലിക് സെക്ടറിന് കുറച്ചുകൂടെ പ്രോത്സാഹനം കൊടുക്കണം, പ്രൈവറ്റ് സെക്ടറിനും പ്രോത്സാഹനം കൊടുക്കണം. അങ്ങനെ നമുക്ക് ടാക്സേഷൻസൊക്കെ കുറച്ച് റാഷണലൈസ് ചെയ്യണം, പേഴ്സണൽ ഇൻകം ടാക്സ് പ്രത്യേകിച്ചും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ എക്കണോമി വീണ്ടും റിക്കവർ ചെയ്ത് 7% മുകളിലേക്ക് പോകും. നമ്മളെ സംബന്ധിച്ചിടത്തോളം പോസിറ്റീവ് ഗ്രോത്തുള്ള, ഹയസ്റ്റ് ഗ്രോത്തുള്ള ഒരു എക്കണോമി തന്നെയാണ് ഇവിടെ. മാർക്കറ്റ്, സ്റ്റോക്ക് മാർക്കറ്റിലെ കറക്ഷനൊന്നും എപ്പോഴും ഒരു അവസരമാണ്. സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ഹിസ്റ്ററി എടുത്ത് നോക്കിയാൽ നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. എല്ലാ 1-2 വർഷം കൂടുമ്പോഴും 10-15% മാർക്കറ്റ് കറക്റ്റ് ചെയ്യും. എവിടെന്നേലും എന്തെങ്കിലും റീസൺ അതിനായിട്ട് വരും. അതിപ്പോൾ ഞാൻ 35 വർഷമായിട്ട് ഇൻഡസ്ട്രിയിലുണ്ട്. പലതവണ ഈ കറക്ഷൻ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മളൊരു 2-3 വർഷം കഴിഞ്ഞ് നോക്കുമ്പോൾ ഈ കറക്ഷൻ കഴിഞ്ഞിടത്തുനിന്ന് ഒരു 20% മുകളിലായിരിക്കും മാർക്കറ്റ് നിൽക്കുന്നത്. അതുകൊണ്ട് ഇൻവെസ്റ്റേഴ്സിന് പ്രത്യേകിച്ച് പേടിക്കാനൊന്നുമില്ല. പിന്നെ സ്വർണത്തിൻ്റെ കാര്യം, സ്വർണം നമ്മൾ ഒന്നും പ്രഡിക്റ്റ് ചെയ്യാൻ വയ്യാത്ത വിധത്തിൽ വില കൂടിക്കൊണ്ടിരിക്കും. അതെ, ട്രംപ് വന്നു കഴിയുമ്പോൾ സ്വർണത്തിൻ്റെ വില കുറയുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് ആ സമയങ്ങളിൽ. പക്ഷേ അങ്ങനെയല്ല കാണുന്നത്. ഡോളറിൻ്റെ വില കയറിയിട്ട് പോലും ഗോൾഡിൻ്റെ വില കയറി നിൽക്കുന്നത് കുറച്ചൊരു അത്ഭുതകരമായിട്ടൊരു സിറ്റുവേഷനാണ്. അതിനൊരു എക്സ്പ്ലനേഷൻ, പോസിബിളായിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന് ഈ കോവിഡ് സമയത്ത് ആർട്ടിഫിഷ്യലായിട്ട് എക്കണോമിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ വേണ്ടി സെൻട്രൽ ബാങ്കുകൾ കണ്ടമാനം പണം പമ്പ് ചെയ്തിരുന്നു എക്കണോമിയിൽ. രണ്ടാമത് ഇപ്പോൾ ഈ റഷ്യ, അതുപോലെ ചൈന, അതുപോലെ കുറേ രാജ്യങ്ങൾ US ഇങ്ങനെ ഒറ്റപ്പെടുത്താനായിട്ടുള്ള ശ്രമം അവരുടെ സൈഡിൽ നിന്നുണ്ട്. അവർക്ക് ഒറ്റപ്പെടുത്താൻ അവർ ശ്രമിക്കുന്നതല്ല. ഈ റഷ്യക്കെതിരെ ബാനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് US. ഈ ഉക്രൈൻ വാറിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ചൈനയ്ക്കെതിരെ ഒരു അൺഡിക്ലെയർഡ് വാർ തന്നെയാണ് US നടക്കുന്നത്. അപ്പോൾ ഈ സാഹചര്യങ്ങളിൽ ഇവർ അവരുടേതായ ബ്രിക്സ് രാജ്യങ്ങൾ അവരുടെ കറൻസിയായിട്ട് വരും, അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് US ഡോളർ റിസർവ് കറൻസി എന്നുള്ള സിറ്റുവേഷനിൽ നിന്ന് മാറിയിട്ട് ഗോൾഡ് പോലെയുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകൾ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് പറയുന്നത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുക. ഇപ്പോൾ ചൈന കണ്ടമാനം ഗോൾഡ് വാങ്ങി കൂട്ടിയപ്പോഴാണ് വില ഇപ്പോൾ ഇത്രയും കയറിയത്. ഇന്ത്യൻ റിസർവ് ബാങ്കും ഗോൾഡ് വാങ്ങി കൂട്ടുന്നുണ്ട്. ലോകത്തുള്ള എല്ലാ സെൻട്രൽ ബാങ്കുകളും ഗോൾഡ് റിസർവ്സ് കൂട്ടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗോൾഡിൻ്റെ വിലയും മുകളിലേക്ക് തന്നെയാണ് നിൽക്കുന്നത്. ഗോൾഡിൻ്റെ വില ഒരു പരിധി വിട്ട് താഴാനുള്ള ചാൻസ് ഇല്ല. പക്ഷേ ഗോൾഡിൻ്റെ വില ഒരു കറക്ഷൻ്റെ ഒരു സമയം, $2,800 വരെ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ ഒരു ഔൺസിന് പോയി. അത് തിരിച്ച് 2,400-2,500 തിരികെ വരാൻ ഒക്കെ എപ്പോഴും സംഭവിക്കാവുന്ന കാര്യങ്ങളാണ്. അതിനപ്പുറം ഗോൾഡിൻ്റെ വിലയും ലോങ് റണ്ണിൽ നോക്കിയാൽ $3,000 $3,200 ഒക്കെ 1-2 വർഷം കഴിയുമ്പോഴത്തേക്കും ഹയർ ലെവലിലേക്ക് പോകാനുള്ള ചാൻസാണ് കൂടുതൽ അവിടെയും. അതുകൊണ്ട് ഗോൾഡ് ഇൻവെസ്റ്റ് ചെയ്തവർക്ക് പ്രത്യേകിച്ച് ഇതൊന്നുമില്ല. പുതിയതായിട്ട് ഗോൾഡ് മേടിക്കാൻ വല്ലവരും പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ അവർക്കൊരു ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ കറക്ഷൻ്റെ കാര്യം പറഞ്ഞല്ലോ. ഇങ്ങനെയൊരു മാർക്കറ്റിൽ നിക്ഷേപകർ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? പലപ്പോഴും ഒരു കറക്ഷൻ ഉണ്ടാകുമ്പോൾ അവർ പാനിക്കായിട്ട് സെല്ല് ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. അവരെന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഇത് വളരെ കറക്റ്റായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ് സുജ. ഇതിൻ്റെ ഇപ്പോഴത്തെ ഒരു പ്രോബ്ലം എന്നാന്ന് ചോദിച്ചാൽ, നമ്മൾ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും നമ്മുടെ മൊബൈൽ ഫോൺ ഓൺ ചെയ്താൽ കുറേ ന്യൂസിങ് വരും. നമ്മളിപ്പോൾ ഒരു സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ എന്തെങ്കിലും ഒരു ന്യൂസ് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എപ്പം മൊബൈൽ ഫോൺ ഓൺ ചെയ്താലും അത് തന്നെ ന്യൂസുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഈ ന്യൂസുകളുടെ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ, ഇന്ത്യയിലാണേലും ലോകത്ത് എവിടെയാണേലും ഈ ന്യൂസുകൾ ഒരേ നറേറ്റീവാണ് എല്ലാവരും എഴുതി വിടുന്നത്. അപ്പോൾ എന്താ സംബന്ധിച്ച് മാർക്കറ്റ് കയറാൻ തുടങ്ങുമ്പോഴത്തേക്കും എല്ലാവരും പറയും സ്റ്റോക്ക് മാർക്കറ്റിൽ അത് മേടിച്ചോ ഇത് മേടിച്ചോ, അത് നല്ലതാണ്, ഇത് പോസിറ്റീവാണ്, ഇന്ത്യ ഉടനെ ഇപ്പം പെട്ടെന്ന് ഗ്രോത്ത് വരാൻ പോവുകയാണ്, വലിയ വണ്ടർ സംഭവിക്കാൻ പോകുന്നത്. ഇത് ഈ സെയിം ന്യൂസാണ് എല്ലായിടത്തും വരുന്നത്. ഇത് കണ്ടിട്ട് ഇൻവെസ്റ്റേഴ്സ് അപ്പോൾ പിന്നെ ഒരു വാല്യുവേഷൻ നോക്കാതെ വാങ്ങി മുകളിലേക്ക് പോകും. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ എപ്പോഴും മുകളിലേക്ക് പോകുമ്പോൾ എക്സസ് വാല്യുവേഷനിലേക്ക് ഈ കമ്പനികൾ പോകുമ്പം ഈ കമ്പനിക്ക് അത്രയും പ്രോഫിറ്റ് ഉണ്ടാക്കുന്നില്ലെങ്കിൽ ആ വിലയ്ക്ക് ആ കമ്പനിയുടെ ഷെയർ മേടിച്ചിട്ട് എന്താ കാര്യം ഇരിക്കുന്നത്? ഇതിൻ്റെ നേരെ റിവേഴ്സാണ് താഴേക്ക് വരുമ്പോൾ. മാർക്കറ്റ് താഴേക്ക് വരുമ്പോൾ എല്ലാവരും നെഗറ്റീവ് സ്റ്റോറീസ്. ഇപ്പോൾ ഈ കറക്ഷൻ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു ഇന്ത്യയിൽ സ്ലോ ഡൗൺ ആണ്, ട്രംപ് ഇപ്പം താരിഫ് കൊണ്ടുവരും, അത് ഇതാണെന്നൊക്കെ പറഞ്ഞ് സ്റ്റോറീസ് ഇങ്ങനെ ബിൽഡ് ചെയ്യുക. അപ്പോൾ പണ്ടൊക്കെ ഇത്രയും ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു സ്റ്റോറീസ് ഇല്ലായിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ മൊത്തം ഇൻവെസ്റ്റേഴ്സും അതിനനുസരിച്ച് ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ പാനിക്കായിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യും. ശരിക്കും ഇത് രണ്ട് കൂട്ടർക്ക് അതായത് മാർക്കറ്റ് കയറി പോകുമ്പം ഒരു ലോജിക്കും ഇല്ലാതെ ഷെയർ വാങ്ങുന്നതും മാർക്കറ്റ് കറക്റ്റ് ചെയ്യുമ്പം ഒരു ലോജിക്കും ഇല്ലാതെ പാനിക്കായിട്ട് വിൽക്കുന്നത്, രണ്ടും ഇൻവെസ്റ്റർക്ക് ഒരു ഗുണവും ചെയ്യാത്ത കാര്യങ്ങളാണ്. ഇൻവെസ്റ്റർ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, അയാൾക്ക് ഇത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ അയാൾ ഏതൊക്കെയാണ്, എങ്ങനെ അയാൾക്ക് എത്ര റിസ്ക് എടുക്കാമെന്ന് മനസ്സിലാക്കി എങ്ങനെ അതിനെ ഒരു ഡൈവേഴ്സിഫൈ ചെയ്തൊരു പോർട്ട്ഫോളിയോയിൽ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാം, കറക്ഷൻസൊക്കെ വരുമ്പോൾ ആ കറക്ഷൻസിനെ എങ്ങനെ പോസിറ്റീവായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. കാര്യം നമ്മൾ പറഞ്ഞല്ലോ, ഇന്ത്യയുടെ സ്റ്റോറിക്കൊരു വ്യത്യാസവും വരുന്നില്ല. ഗവൺമെൻറ് എന്തോ ആയിക്കോട്ടെ,
അത് 6% ഗ്രോത്തിൽ നിന്ന് ചിലപ്പം 8%ലേക്ക് കയറാം. നല്ല രീതി പോളിസിയാണ്. മോശം പോളിസിയാണ് തിരിച്ചത് 7-ലേക്കോ 6-ലേക്കോ താഴാമെന്നുള്ളതല്ലാതെ ഇന്ത്യ നെഗറ്റീവ് സിറ്റുവേഷനിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ ഇന്ത്യൻ എക്കണോമി കൊളാപ്സ് ചെയ്യുന്നതായിട്ടുള്ള സിറ്റുവേഷൻ ഒന്നും ഇപ്പോൾ ഇല്ല. മറിച്ച് ഇന്ത്യ എപ്പോഴും മുന്നേറാനുള്ള ചാൻസാണ്. ഇന്ത്യൻ എക്കണോമി അടുത്ത 10-15 വർഷങ്ങളിൽ ഈ ഗോൾഡൻ പീരീഡിൽ വലിയ മുന്നേറ്റങ്ങളിലേക്കുള്ള ചാൻസ് ആണെന്നാണ് എല്ലാവരും, വേൾഡ് ബാങ്ക് അടക്കം എല്ലാവരും പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ വിശ്വസിച്ചാൽ ലോങ് ടൈം ഔട്ട്ലുക്ക് നല്ലതാണ്. ഈ കറക്ഷൻ നമ്മൾ പ്രയോജനപ്പെടുത്തും. പാനിക്കായിട്ട് വിൽക്കാതെ നല്ല സ്റ്റോക്കുകളൊക്കെ വാങ്ങി നമ്മൾ നമ്മുടെ പോർട്ട്ഫോളിയോ ബാലൻസ് ചെയ്ത് നിൽക്കുകയാണ് വേണ്ടത്. പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഇത് കഴിഞ്ഞ് മാർക്കറ്റ് വീണ്ടും കറക്ഷൻ കഴിഞ്ഞ് വീണ്ടും അപ്വേർഡ് ട്രെൻഡ് വരും. അത് കഴിഞ്ഞിട്ട് ഒരു ലോജിക്കും ഇല്ലാത്ത രീതിയിലുള്ള കയറ്റങ്ങളൊക്കെ ചില സമയത്ത് കയറും. അന്നേരമൊക്കെ നമ്മൾ കുറച്ച് കോഷ്യസ് ആയിരിക്കും. ആ സമയത്ത് പോയി വാങ്ങാതെ ആ സമയത്തൊക്കെ കുറച്ച് വിൽക്കുകയോ അല്ലെങ്കിൽ കുറച്ച് മാറി നിൽക്കുകയോ എന്തെങ്കിലും ചെയ്യുക. ഇങ്ങനെ ഒരു ഡിസിപ്ലിൻഡ് അപ്രോച്ചിൽ പോകുന്ന ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് അടുത്ത ഒരു 10-15 വർഷത്തേക്ക് വലിയ വെൽത്ത് ക്രിയേഷൻ ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. ഇപ്പോഴും നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ അസറ്റ്സിൻ്റെ, ഇപ്പം നമ്മൾ പലരോട് സംസാരിക്കുമ്പം ഒരാൾ ചോദിക്കും നിങ്ങൾക്ക് എത്ര രൂപയുടെ അസറ്റ് ഉണ്ട്? എനിക്ക് 1 കോടി രൂപയുടെ അസറ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് നിങ്ങളുടെ അസറ്റ്? അതിലൊരു 75 ലക്ഷം രൂപയും പുള്ളി പറയുന്നത് എനിക്കൊരു സ്ഥലം അവിടെ ഉണ്ട്, വേറൊരു വീടും സ്ഥലം അവിടെ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. നമ്മുടെ അസറ്റ്സിൻ്റെ ഒരു മെയിൻ പാർട്ട് ഇപ്പോഴും റിയൽ എസ്റ്റേറ്റിലാണ് കിടക്കുന്നത്. വളരെ കുറച്ച് ആളുകൾ പറയും ഞാൻ എൻ്റെ അതിനകത്ത് 2 ലക്ഷം രൂപ 5 ലക്ഷം രൂപയുടെ ഗോൾഡ് ഉണ്ട്, അല്ല അങ്ങനെ പറയും. പിന്നെ ഒരു 5 ലക്ഷം രൂപയുടെ മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, പിന്നെ ഒരു ഇൻഷുറൻസ് ഉണ്ടെന്നൊക്കെ പറയും. അപ്പോൾ ബേസിക്കലി അസറ്റ് അലോക്കേഷൻ ഇപ്പോഴും കുറച്ചുകൂടെ ഒന്ന് മാറി ആളുകൾക്ക് കുറച്ചുകൂടെ ലിക്വിഡായിട്ടുള്ള അല്ലെങ്കിൽ ലോങ് ടൈം ഔട്ട് ഗ്രോത്ത് കിട്ടുന്ന സെക്ടേഴ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ലിക്വിഡ് ഇപ്പോൾ അസറ്റ് റിയൽ എസ്റ്റേറ്റ് മാത്രം ഹോൾഡ് ചെയ്യുന്നവരും ഉണ്ട്. മോശമെന്നല്ല ഞാൻ പറയുന്നത്, പക്ഷേ പെട്ടെന്നൊരു കാശിന് ആവശ്യമെന്ന് അവർക്കൊന്നും ചെയ്യാനൊക്കത്തില്ല. പിന്നെ ഈ മാർക്കറ്റിൽ കിട്ടുന്ന 15-20% ഗ്രോത്ത് ഒന്നും അതിലിപ്പോൾ കിട്ടുന്നുമില്ല. അപ്പോൾ ഇതെല്ലാം കൂടെ നോക്കിയിട്ട് നമ്മളൊരു ഈ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് കുറച്ചുകൂടെ നല്ല രീതിയിൽ ചെയ്യേണ്ട ഒരു അവസരമാണ്. ഇപ്പോൾ കാശുണ്ടെങ്കിൽ ഈ കറക്ഷൻ അവർക്ക് പ്രയോജനപ്പെടുത്തി എടുക്കാം, നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്ത്. ഡിജിറ്റൽ മുന്നേറ്റവുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഒരുപാട് ഫ്രോഡുകൾ വരുന്നുണ്ട് ഫിനാൻഷ്യൽ ഫീൽഡിൽ പ്രത്യേകിച്ചും. സെബി ഈ കാര്യത്തിൽ വളരെ വിജിലൻ്റ് ആണ്. ഓരോ കാര്യങ്ങളും സെബി ഓരോ ടൈമിലും ഇങ്ങനെ പറയുന്നുണ്ട്. നമ്മൾ എന്തൊക്കെയാണ് ഒരു ഇൻവെസ്റ്റർ ഈ ഫിനാൻഷ്യൽ ഫീൽഡിലേക്ക് വരുമ്പം അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത്? എനിക്ക് തോന്നുന്നത് ഡിജിറ്റൽ ലോകത്ത് പല കൺവീനിയൻസ് ഉണ്ടെങ്കിലും അവിടുത്തെ ഏറ്റവും വലിയ ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അവിടെ ലോകത്തെല്ലായിടത്തും നല്ല ആളുകളും മോശം ആളുകളും ഉണ്ടെന്നില്ല, കള്ളന്മാർക്ക് സ്വൈര്യമായിട്ട് വിവരിക്കാൻ പറ്റുന്ന ഒരു മേഖലയായിട്ട് ഇപ്പോൾ ഇത് മാറിയേക്കുക. ഇതിപ്പോൾ സെബിയോ അല്ലെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പോലത്തുള്ള റെഗുലേറ്റേഴ്സിന് അവർക്ക് ചെയ്യാവുന്നതിനൊരു പരിമിതിയുണ്ട്. കാരണം ഈ കണ്ടമാനം സ്റ്റോറീസ് പല സോഴ്സസിൽ നിന്ന് ഇതിലേക്ക് വരുന്നു. ഇതിലേത് വിശ്വസിക്കണം ഏത് വിശ്വസിക്കേണ്ടെന്ന് ആളുകൾ അറിയത്തില്ല. അപ്പോൾ ഒരുപാട് തട്ടിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വളരെ ഭംഗിയായിട്ട് ആ സ്റ്റോറി ബിൽഡപ്പ് ചെയ്ത് ഈ സിസ്റ്റത്തിലിടും. ഈ ന്യൂസുകൾ കണ്ടിട്ട് ഇപ്പോൾ ഈ പണ്ടത്തെ പോലെ ഇപ്പം നിങ്ങൾ പവർഫുള്ളായിട്ടുള്ളൊരു മീഡിയ ഗ്രൂപ്പാണല്ലോ മലയാള മനോരമ. നിങ്ങൾ വളരെ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ജേർണലിസവും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്ന ആളുകളാണ്. നിങ്ങൾ അത്ര ന്യൂസുകളൊന്നും ക്യാരി ചെയ്യത്തില്ല. പക്ഷേ ഈ സോഷ്യൽ മീഡിയയ്ക്ക് ഇങ്ങനത്തെ കൺട്രോൾസ് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ അവിടെ വരുന്ന ന്യൂസുകൾ ഏതാ ശരി ഏതാ തെറ്റെന്ന് ആർക്കറിയാൻ പറ്റും? ആര് കൊടുത്താണ് ശരി? പലപ്പോഴും വളരെ അജണ്ട ബേസ്ഡ് ആയിട്ട്, അതായത് പ്രത്യേക ഒരു പ്രൊപ്പഗാണ്ട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തന്നെ ഇവർ ചെയ്തു വരും. അതിൻ്റെ അൾട്ടിമേറ്റ് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ആളുകളെ കളിപ്പിക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇവിടെ എനിക്ക് തോന്നുന്നത് സെബിയോ RBIയോ ഒന്നും അല്ല അവരുടെ ഇതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്. ഇതിനെ പബ്ലിക് തന്നെയാണ്. പബ്ലിക് ഇപ്പോൾ ഒരാൾ വന്ന് പെട്ടെന്ന് പറയുകയാണ് നിങ്ങൾ ഈ സ്റ്റോക്ക് മേടിച്ചു, ഇത് 100% അടുത്ത 1 വർഷം കൊണ്ട് ഗ്രോ ചെയ്യും. എന്നാൽ പിന്നെ എല്ലാവരും അത് ചെയ്താൽ പോരെ, വേറെ ഒരു പരിപാടിയും ചെയ്യണ്ടല്ലോ. അങ്ങനെ നമുക്കൊരു സാധനം ഇല്ല. അതിലൊരു പബ്ലിക് ഒരിക്കലും വിശ്വസിക്കാൻ പാടില്ല. എനിക്കതാ പറയാനുള്ളത്. പബ്ലിക്കിനെ സംബന്ധിച്ചിടത്തോളം പബ്ലിക്ക് ഒരു മനസ്സിലാക്കുക, ഈ ലോകത്ത് അങ്ങനെ ചില സ്റ്റോക്കുകളൊക്കെ പെട്ടെന്ന് ഡബിൾ ആകുന്നൊക്കെ ഉണ്ടാകും. പക്ഷേ അതിനെ മാത്രം സിംഗിൾ ഔട്ട് ചെയ്തിട്ട് ഇനി ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം അങ്ങനെ ആകുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഈസി വേ ഒന്നുമില്ല. സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഡിസിപ്ലിനുള്ള ലോങ് ടൈം അപ്രോച്ച് എടുക്കുന്ന ഇൻവെസ്റ്റേഴ്സിനാണ് എപ്പോഴും പ്രയോജനം കിട്ടുന്നത്. കിട്ടുമ്പോൾ അവർക്ക് 14-15% റിട്ടേൺ ഒക്കെയാണ് ആവറേജ് കഴിഞ്ഞ് 20-25 വർഷങ്ങളിൽ കിട്ടിയേക്കുന്നത്. അതൊരു ചില പീരീഡിൽ 20% കിട്ടും, ചില പീരീഡ് 25% കിട്ടും. അല്ലാതെ ഈ 50% 100% റിട്ടേൺ കിട്ടുമെന്ന് പറയാൻ ഒരു ന്യൂസ് കാണാൻ നോക്കിയിരിക്കുക ആളുകൾ. ഉടനെ തന്നെ അവൻ്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോം വഴി ബന്ധപ്പെട്ടു. അപ്പോൾ അയാൾ എന്തെങ്കിലും ഒരു മൊബൈൽ ആപ്പിൻ്റെ കാര്യം എന്തെങ്കിലും പറഞ്ഞു, കയ്യിലിരിക്കുന്ന കാശും വേണം, കടം മേടിച്ച കാശും എല്ലാം കൂടെ ഇട്ടു. പിന്നെ മൊബൈൽ ആപ്പും ഇല്ല, ആളുമില്ല. എന്ത് ചെയ്യാൻ പറ്റും? ആളുകൾ ഇത്തരം ഫ്രോഡുകളിലേക്ക് പോയി വീഴല്ല. പബ്ലിക്ക് തന്നെ ഇതിനകത്തൊരു അവരാണ് ഫസ്റ്റ് അതിനകത്തൊരു ഡിസിഷൻ എടുക്കേണ്ടത്. ഞാൻ ഇത്തരം ന്യൂസുകൾ കണ്ടാൽ ട്രസ്റ്റഡ് ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്നല്ലെങ്കിൽ ഞാൻ ഇതിൻ്റെ പുറകെ നിൽക്കത്തില്ല, ഞാൻ അങ്ങോട്ട് പോകത്തില്ല. എനിക്ക് 15% 20% മതി, അല്ലെ 10% മതി, എനിക്ക് കാശ് എൻ്റെ ഹാർഡ് ആൻഡ് മണി കളയാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ള രീതിയിലുള്ള ഡിസിഷൻ അവരെ എടുക്കേണ്ടത്. ഓഫ് കോഴ്സ് റെഗുലേറ്റേഴ്സ് പല നിയന്ത്രണങ്ങളും കൊണ്ടുവരുന്നുണ്ട്. ഇൻഫ്ലുവൻസേഴ്സിന് അഗൻസ്റ്റായിട്ട് ഇപ്പോൾ ഒത്തിരി നിയമങ്ങൾ ഒക്കെ സെബിയുടെ ഭാഗത്തു നിന്ന് വരുന്നുണ്ട്. റിസർവ് ബാങ്ക് കണ്ടിന്യൂസ് ആയിട്ട് വാർണിംഗ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്നാലും ഇഷ്ടംപോലെ ഫ്രോഡുകൾ ഓൺലൈൻ നടക്കുന്നുണ്ട്. ബാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ടാണ് സ്റ്റോക്ക് മാർക്കറ്റിനേക്കാളും കൂടുതൽ ഫ്രോഡ് നടക്കുന്നത്. ബാങ്ക് അക്കൗണ്ടുകളിൽ പല തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ന്യൂസുകൾ വായിക്കുന്നതല്ലേ. പബ്ലിക് വിജിലൻ്റായിട്ടിരിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ സുജ അതിനകത്തൊരു സൊല്യൂഷൻ.
പ്രവചിക്കാൻ ബുദ്ധിമുട്ടാണെന്നറിയാം. എങ്കിലും 2025 ഒരുപാട് സംഭവബഹുലമായിട്ടുള്ള ഒരു വർഷമായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്തായിരിക്കണം ഓഹരി വിപണിയിൽ നിക്ഷേപിക്കുന്നവർ സ്വീകരിക്കേണ്ട ഒരു സമീപനം? ഓഹരി വിപണിയുടെ വ്യൂ ഒപ്റ്റിമിസ്റ്റിക് ആണ്, ലോങ് ടേം വ്യൂ. അതുകൊണ്ട് തന്നെ 2025, 2026, 2027 ഒക്കെ ഓഹരി വിപണി മുകളിലേക്ക് പോകും. പിന്നെ ഗ്ലോബലി ഒരു റിസഷൻ ഉണ്ടാകുമോ, ഗ്ലോബലി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. ഇപ്പോൾ ട്രംപ് ഇതുപോലത്തെ വലിയ അമേരിക്കക്കാരുടെ ഇൻട്രസ്റ്റ് മാത്രം പ്രൊട്ടക്റ്റ് ചെയ്യുന്ന റൂൾസൊക്കെ കൊണ്ടുവന്നാൽ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും ഷോർട്ട് പീരീഡിൽ, ഒരു 3 to 6 months ഉണ്ടാകും. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അത്തരം പോളിസികൾ കൊണ്ട് മാത്രം അമേരിക്കയ്ക്ക് ഇനി മുന്നേറാൻ പറ്റുമെന്ന്. ഇത് പഴയ ഒരു യുഗമല്ല. ഇപ്പോൾ അമേരിക്ക മിലിറ്ററി കൊണ്ട് ലോകത്തെല്ലാം അടിച്ചമർത്തി വെക്കാം, അല്ലെങ്കിൽ എക്കണോമിക് പോളിസികൾ കൊണ്ട് ലോകത്തിനെ മുഴുവൻ കൺട്രോൾ ചെയ്യാമെന്ന് ട്രംപ് വിചാരിക്കുന്നുണ്ടോ, അങ്ങനെ വിചാരിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ വിചാരിച്ചാൽ വർക്കാകത്തില്ല. കാര്യം ലോകത്ത് മറ്റ് രാജ്യങ്ങളും ഒക്കെ ചുമ്മാ ഇരിക്കുകയല്ലല്ലോ, അവരൊക്കെ അവരുടെ സ്ട്രാറ്റജീസ് കൊണ്ടുവരും. അപ്പോൾ അതുകൊണ്ട് എൻഡ് ഓഫ് ദ ഡേ ഈ 2025 എന്ന് പറയുന്നത് പ്രത്യേകിച്ച് ഇപ്പോൾ തുടക്കം തന്നെ ഒരു കറക്ഷനിലാണ് വന്നേക്കുന്നത്. കുറച്ചുകൂടെ ഇനിയും കറക്ഷൻ, ഇപ്പം ബജറ്റ് ഡിസപ്പോയിൻറ്റ് ചെയ്താൽ അടുത്ത മാസമോ അല്ലെങ്കിൽ പിന്നെ മാർച്ച് ഇയർ എൻഡിങ് ആണ്, വലിയ ട്രംപിൻ്റെ പോളിസികൾ കൊണ്ടൊക്കെ 2-3 മാസം കറക്റ്റ് ചെയ്യുമെന്ന് എനിക്കറിയത്തില്ല. ഇനി ഒരു 10% കൂടെ കറക്റ്റ് ചെയ്താൽ എക്സലൻ്റ് ആയിട്ടുള്ള ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് അത് മാറും. ഈ വർഷത്തിൽ തന്നെ ഞങ്ങൾ ഈ ഓൾ ടൈം ഹൈ ലെവലിലേക്ക് ഇൻഡെക്സ് പോകുമെന്നാണ് ഞങ്ങൾ പ്രൊഡിക്റ്റ് ചെയ്യുന്നത്. അത് അടുത്ത വർഷമാകുമ്പോഴത്തേക്കും അടുത്ത 2-3 വർഷങ്ങൾ കൊണ്ട് ഇന്ത്യ ഒരു 3rd ലാർജസ്റ്റ് എക്കണോമി ആയിട്ട് വരും. മിക്കവാറും 2027 വരും. അപ്പോഴത്തേക്കും നമ്മുടെ ഒരു സ്റ്റോക്ക് മാർക്കറ്റ് ഇൻഡെക്സ് ഒക്കെ ഇവിടെ നിന്ന് ഒരു 50,000-6,000 പോയിൻറ്റ് നിഫ്റ്റിയൊക്കെ മുകളിലായിരിക്കും. അപ്പോൾ നമുക്കൊരു ഈസി ആയിട്ടൊരു 15-20% റിട്ടേൺസ് കിട്ടാവുന്ന നല്ല പീരീഡാണ് ഈ കറക്ഷൻ. ശരിക്കും പറഞ്ഞ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി ആണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ ഒരു നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ എത്രത്തോളം പെർസെൻറ്റേജ് ഷെയറിൽ അതല്ലെങ്കിൽ ഗോൾഡിൽ ഒക്കെ നമ്മൾ അല്ല, അത് ഡിപ്പെൻഡ്സ് ഓൺ പേഴ്സൺ ടു പേഴ്സൺ. ഇതൊക്കെ ഈ ഫിനാൻഷ്യൽ പ്ലാനിംഗ് എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇൻഡിവിജ്വൽ കസ്റ്റമർ ബേസ്ഡ് ആയിട്ടുള്ള ഓരോ കസ്റ്റമർക്കും ഒരാളുടെ റിസ്ക് എന്താണ്, അയാളുടെ ഏജ് എന്താണ്, അയാളുടെ ഫ്യൂച്ചർ റിക്വയർമെൻറ്റ്സ് എന്താണ്, ഇതിനനുസരിച്ചാണ് നമ്മൾ ഈ അലോക്കേഷനൊക്കെ പ്ലാൻ ചെയ്യേണ്ടത്. അല്ലാതെ നമുക്കൊരു തമ്പ് റൂളായിട്ട് എല്ലാവരും ഇത് അലോക്കേഷൻ പ്ലാൻ ചെയ്തോന്ന് പറയാനൊക്കത്തില്ല. പക്ഷേ എനിക്കിപ്പോൾ പറയാനുള്ളത് ഒരു 40 വയസ്സിൽ താഴെയുള്ള ആളുകൾ, ജോലിയുള്ള ആളുകൾ, നല്ല രീതിയിൽ അവരുടെ ഒരു കുടുംബം കെട്ടിപ്പടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകളാണെങ്കിൽ അവരൊരു ഹയർ പെർസെൻറ്റേജ് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യണം. അതായത് അവരൊരു 30-40 ഓർ ഈവൻ 50% അവരുടെ അസറ്റ്സ് മാർക്കറ്റുകളിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്യണം. അത് റിട്ടേൺസ് കിട്ടും. പിന്നെ നിങ്ങളുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് ഇപ്പോൾ ഒരു 60 ഒക്കെ കഴിഞ്ഞ ഒരാളാണെങ്കിൽ പോയി അത്ര അഗ്രസീവായിട്ട് എന്തിനാ ഇക്വിറ്റിയിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്? ഒരു 25% എന്തായാലും ഒരു 20-25% ഉറപ്പായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണം. അതിനകത്ത് യാതൊരു സംശയവും ഇല്ല. ഗോൾഡിൽ ഒരു 5-10% വേണം. കാര്യം ഗോൾഡിൻ്റെ വില ഇതുമായിട്ട് ബാലൻസ് ചെയ്ത് തന്നെയാണ് പോകുന്നത്. ഈ സബ്ജക്റ്റുകളൊക്കെ നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് സംസാരിച്ചിട്ടുള്ളതാണ്. അത് നമുക്ക് വേണം. പിന്നെ ഈ ഫിസിക്കൽ അസറ്റ്സ് ഉണ്ടല്ലോ, ഫിസിക്കൽ അസറ്റ്സ് എന്ന് പറഞ്ഞാൽ ലാൻഡ്, അങ്ങനെയുള്ള മെയിനായിട്ടുള്ള ഫിസിക്കൽ അസറ്റ്, ബിൽഡിങ്ങുകളിൽ നിന്ന് റെൻ്റലൊക്കെ ഇൻകമൊക്കെ ഇച്ചിരി കുറഞ്ഞു വന്നിട്ടുണ്ട്. അത് നമ്മൾ ഒരു പരിധി കൂടുതൽ നമ്മൾ അതിലേക്ക് ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം. അത് പകരം നമുക്ക് കിട്ടുന്ന വരുമാനം സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെൻറ്റ്സ് വളരെ പോപ്പുലറായിട്ടുള്ള കാര്യം SIP വഴി വളരെ വലിയ വെൽത്ത് ബിൽഡ് ചെയ്യാൻ പറ്റും. അങ്ങനെ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. മ്യൂച്വൽ ഫണ്ട് വഴി ചെയ്യാം. ഡയറക്റ്റായിട്ട് നല്ല സ്റ്റോക്കുകൾ അറിയാവുന്നതുകൊണ്ട് മേടിക്കുകയാണെങ്കിൽ അതിൽ കൂടുതൽ ബെറ്ററായിട്ട് നമുക്ക് റിട്ടേൺസ് ഉണ്ടാക്കാം. അതൊരു പോർട്ട്ഫോളിയോ ആയിട്ട് തന്നെ ചെയ്യണം. മുമ്പ് സുജ പറഞ്ഞല്ലോ, ഒറ്റ സ്റ്റോക്കുകളൊന്നും ഐഡൻറ്റിഫൈ ചെയ്ത് ചെയ്യില്ല, ആരും പറയുന്ന കേട്ടൊന്നും ചെയ്യില്ല. നമ്മുടെ അപ്രോച്ച് ഒരു ഡിസിപ്ലിൻഡ് ആണെങ്കിൽ നമുക്ക് റിട്ടേൺ കിട്ടും. ഇതിനകത്തൊക്കെ വർക്ക് ചെയ്യുന്ന തിയറി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോമ്പൗണ്ടിങ്, പവർ ഓഫ് കോമ്പൗണ്ടിങ് എന്ന് പറയുന്നൊരു സംഗതിയാണ് വർക്ക് ചെയ്യുന്നത്. നമുക്കൊരു 15% റിട്ടേൺ കിട്ടുന്ന ഒരു അസറ്റ് ഒരു 10-20 വർഷം ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും അത് ജനറേറ്റ് ചെയ്യുന്ന എമൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ഒരു 10,000 രൂപ അല്ല ഒരു 1,00,000 രൂപ ഒരു വർഷം കിട്ടും. 10 വർഷം ഇടുമ്പോഴത്തേക്കും 10 ലക്ഷം രൂപ കിട്ടും. നമ്മൾ പഴയ റിക്കറിംഗ് ഡെപ്പോസിറ്റിൻ്റെ കാര്യം പറഞ്ഞാൽ ഈ 10 ലക്ഷം രൂപ ഒരു 15% റിട്ടേൺ കിട്ടുന്ന സാധനം ഒരു 20 വർഷം കൂടെ മുന്നോട്ട് പോകുക. ഈ പ്രോസസ്സ് തന്നെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തേക്കുന്ന 10 ലക്ഷമാണ്, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റിട്ടേൺ കോടികൾക്ക് മുകളിലായിരിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് അതുണ്ടാകുന്നത്? അതിനകത്ത് വേറെ തട്ടിപ്പ് വെട്ടിപ്പോകുന്നുമില്ല. ഇത് പ്യുവർലി മാത്തമാറ്റിക്സാണ്. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം, നമുക്കറിയാൻ പറ്റും. ആ കോമ്പൗണ്ട് ചെയ്ത് വരുന്നതാണ്. നമുക്ക് കിട്ടുന്ന ആ റിട്ടേണിൻ്റെ പുറത്താണ് വീണ്ടും റിട്ടേൺസ് ആഡ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് വലിയൊരു തുകയായിട്ട് മാറും. അപ്പോൾ അത്തരത്തിലുള്ള നല്ല ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുക, ഹയർ അസറ്റ് അലോക്കേഷൻ നടത്താം. പ്രത്യേകിച്ച് യങ്സ്റ്റേഴ്സ് ചെയ്യണം. അവിടെയാണ് ഒരു പ്രശ്നം. ഇപ്പോൾ യങ്സ്റ്റേഴ്സിൻ്റെ ഒക്കെ ഒരു തോട്ട് പ്രോസസ്സ് എന്നാന്ന് ചോദിച്ചാൽ, എനിക്കിപ്പോൾ 30 വയസ്സ് 35 വയസ്സേ ഉള്ളൂ, ഞാനെന്തിനതിനെപ്പറ്റി പറയിടാകുന്നത്, എൻ്റെ മുന്നിൽ ഇനി ഇഷ്ടം പോലെ പീരീഡ് കിടക്കുകയല്ലേ എന്നുള്ളതാണ്. ഈ വർഷങ്ങളിങ്ങനെ പെട്ടെന്ന് അങ്ങ് പോകും. ഒരു 40-45 വയസ്സാകുമ്പോഴാണ് ആൾ തിങ്ക് ചെയ്യുന്നത്, അയ്യോ ഇനിയും 10 വർഷം കഴിയുമ്പോൾ ഞാൻ റിട്ടയർ ആകുമല്ലോ, അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യും, എവിടെ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഈ കോമ്പൗണ്ടിങ് വർക്കാകത്തില്ല. ഈ കോമ്പൗണ്ടിങ് ഒക്കെ എപ്പോഴും വർക്കാകുന്നത് ലോങ്ങർ പീരീഡിലാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഏർലി ആയിട്ട് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുക. മനസ്സിലായി? അത് ലോങ് പീരീഡിലേക്ക് പ്ലാൻ ചെയ്യുക.
അപ്പോൾ യു വിൽ ഗെറ്റ് ഫണ്ടാസ്റ്റിക് റിട്ടേൺസ്. അപ്പോൾ റിട്ടയർ ചെയ്യുന്ന സമയമാകുമ്പോഴത്തേക്കും അത്യാവശ്യം സാമ്പത്തിക സുരക്ഷ ഉണ്ടെങ്കിൽ തന്നെ വലിയൊരു ആശ്വാസമാണ് റിട്ടയർമെൻറ്റ്. ട്രംപ് വിജയിച്ച ഉടനെ തന്നെ ക്രിപ്റ്റോ കറൻസിയെക്കുറിച്ച് വളരെ പ്രകീർത്തിച്ച് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒരു ക്രിപ്റ്റോ പ്ലാറ്റ്ഫോം തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം ഈ നമ്മളുടെ ഇവിടെ കേരളത്തിൽ പോലും യങ്സ്റ്റേഴ്സ് ഒരുപാട് പേര് ക്രിപ്റ്റോ കറൻസിയിൽ ഇപ്പം നിക്ഷേപിക്കുന്നുണ്ട്. ഇത് ഒരു ഐഡിയലായിട്ടുള്ള നിക്ഷേപ മാർഗ്ഗമാണോ? ക്രിപ്റ്റോ കറൻസിക്ക് ഇനിയും കുറച്ചുകൂടെ പ്രൊമിനൻസ് കിട്ടുമോ? എന്താണ് സാറിൻ്റെ അഭിപ്രായം? എനിക്ക് അതിനകത്തൊരു കമൻറ്റ് പറയാൻ ഇല്ല. കാരണം എന്താ വെച്ചാൽ എനിക്ക് അതിനെപ്പറ്റി അറിയത്തില്ല. എനിക്ക് ഡീറ്റെയിൽഡായിട്ട് പറയാൻ അറിയത്തില്ല. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ ട്രംപ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്നും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റത്തില്ല. അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക സ്റ്റൈലാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അദ്ദേഹം ഒരു ബിസിനസ്സുകാരൻ കൂടിയാണ്, പിന്നെ പ്രസിഡൻ്റാണ്, കോൺട്രവേഴ്സിലായിട്ടുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യത്തിൽ നമുക്ക് കമൻറ്റ് ചെയ്യാനൊക്കത്തില്ല. ക്രിപ്റ്റോ കറൻസിക്ക് ഒരു പ്രോമിനൻസ് കിട്ടുന്നത് എപ്പോഴാണെന്ന് എനിക്ക് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം, പൊളിറ്റിക്കൽ സിസ്റ്റത്തിൻ്റെയും സെൻട്രൽ ബാങ്കുകളാണല്ലോ ഒരു രാജ്യത്തിൻ്റെ കറൻസിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇപ്പോൾ ഇന്ത്യയാണ്, ഇന്ത്യൻ റിസർവ് ബാങ്കാണ്. അമേരിക്ക, എല്ലാ രാജ്യത്തും ഒരു സെൻട്രൽ ബാങ്ക്. അവരുടെ ഒരു ഇൻഎഫിഷ്യൻസി, പൊളിറ്റിക്കൽ സിസ്റ്റം കൂടുതൽ കാശ് കടമെടുത്ത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊക്കെ സ്പെൻഡ് ചെയ്യുന്ന ഒരു പരിപാടിയൊക്കെ എല്ലാ ഗവൺമെൻറ്റുകൾക്കും ഉണ്ട്. അപ്പം ഈ കറൻസി പ്രിൻറ്റിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നതുകൊണ്ട് കറൻസിയുടെ മൂല്യം നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഉള്ളിടത്ത് ഇൻഎഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണ് ഇത് സർക്കുലേഷൻ അധികം ഇല്ലാത്ത ഡിജിറ്റലി കീപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. പക്ഷേ അതിന് എങ്ങനെയാണ് വാല്യൂ ഡിറൈവ് ചെയ്യാൻ പറ്റുന്നത്? കൂടുതൽ സപ്ലൈ വരത്തില്ല എന്നൊക്കെ പറയുന്നു. അതൊക്കെ ശരിയായിരിക്കും, നമുക്കറിയത്തില്ല. കാര്യം ഇന്ന് പുതിയ ജനറേഷനാണല്ലോ. ഇപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇത് ശരിക്കും നമുക്ക് ഇന്ത്യയിൽ ഇത് കറക്റ്റായിട്ട് ചെയ്യാൻ ഇപ്പോൾ പറ്റത്തില്ല. ഇന്ത്യൻസിന് അലൗഡ് അല്ല ചെയ്യാനായിട്ട് റിസർവ് ബാങ്ക് വരുന്നത്. സെൻട്രൽ ബാങ്ക് തന്നെ വരുന്ന ഒരു ഡിജിറ്റൽ കറൻസി ഉണ്ട്, പബ്ലിക് ഡിജിറ്റൽ റുപ്പി എന്ന് പറയുന്നത്. അതിൽ മാത്രമേ ചെയ്യാവുള്ളൂ എന്നുള്ളതാണ് സെൻട്രൽ ബാങ്ക് പറയുന്നത്. പക്ഷേ അപ്പോൾ ഏതായാലും ഇന്ത്യക്കാരിപ്പം ഇപ്പോഴും ഒത്തിരി പ്ലാറ്റ്ഫോംസ് വഴി ഡിജിറ്റൽ കറൻസീസ് ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. ചില പ്ലാറ്റ്ഫോംസിലൊക്കെ അവർക്ക് പ്രശ്നങ്ങളുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഏതായാലും അതിനെപ്പറ്റി ഒരു കമൻറ്റ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. താങ്ക് യു സർ. താങ്ക് യു.